യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിലും ഇന്ത്യയിലെ ഓഹരി വിപണിയിലാണ് കനത്ത നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ഈ തകർച്ച മികച്ച ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന അവസരമാണെന്ന് ഓർക്കുക. അയന്നോടിയാൽ നഷ്ടപ്പെടുന്നത് മികച്ച അവസരങ്ങളായിരിക്കും. യുദ്ധക്കളം പോലെ തന്നെയാണ് ഓഹരി വിപണിയും. അത് പേടിത്തൊണ്ടന്മാർക്കുള്ളതല്ല, ധീര യോദ്ധാക്കൾക്കുള്ളതാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കമ്പനികളുടെ ഓഹരികളിൽ ഇപ്പോൾ കൈവയ്ക്കുന്നത് വളരെ കരുതലോടെ ആകുകയും വേണം. കാരണം അവയ്ക്ക് റിസ്ക് വളരെ കൂടുതലാണ്. റിസ്ക് കൂടിയ അത്തരം 30 കമ്പനികൾ ഏതൊക്കെയെന്ന് ചൂണ്ടിക്കാട്ടുന്നത് കൂടിയാണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് അവതരിപ്പിക്കുന്ന ഈ മാർക്കറ്റ് പ്രിവ്യൂ. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഏതാണ്ട് 18 മാസത്തിൽ ഏറെയായി ഇന്ത്യയിലെ ഓഹരി വിപണി ഗുരുതരമായ ഒരു അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ യുദ്ധ കാലാവസ്ഥ കൂടി സംജാതമായിരിക്കുന്നത്. ഇതോടെ പ്രതിസന്ധി ആകെ മൂർച്ഛിച്ചിരിക്കുകയാണ് എന്ന് പറയാം. പക്ഷേ വളരെ പ്രതികൂലം എന്ന് കരുതുന്ന ഈ സാഹചര്യത്തിലും ചില അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഏതാണ്ട് 80% ഓഹരികളും ഇപ്പോൾ ബെയർ ടെറിട്ടറിയിലാണ്. ഈ ബെയർ മേഖലയിലുള്ള 80% ഓഹരികളിൽ പലതും വളരെ നല്ല ഓഹരികളാണ് താനും. അതായത് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ന്യായമായ വിലയാണ് അവയിൽ പലതിനും. അത്തരം ഓഹരികൾ ഇപ്പോൾ അനേകം വിപണിയിൽ ലഭ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസരം പ്രയോജനപ്പെടുത്തിയാൽ ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് അത് സഹായകമാകും എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു കാര്യം. ചരിത്രത്തിന്റെ താളുകൾ പിന്നോട്ട് മറിച്ചാൽ ഒരു കാര്യം ബോധ്യമാകും. അതായത് ഏത് യുദ്ധത്തെ തുടർന്നും ഉണ്ടായിട്ടുള്ള ഓഹരി വിൽപ്പന വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അതായത് യുദ്ധം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഓഹരി വിലകൾ കുതിച്ചുയരുന്നതാണ് ചരിത്രം പഠിപ്പിക്കുന്ന പാഠം. ഇതിനൊക്കെ പുറമെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് 18 മാസത്തിലേറെയായി തുടരുന്ന അനിശ്ചിതത്വത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ വിപണിയിൽ 2 തരത്തിലുള്ള തിരുത്തലുകൾ, കറക്ഷനുകൾ നടന്നു കഴിഞ്ഞു. ടൈം കറക്ഷനും പ്രൈസ് കറക്ഷനും. ഏത് വിപണിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള കറക്ഷനുകളാണ് ഇവ. ആ 2 തരം കറക്ഷനുകൾക്കും ഇന്ത്യൻ വിപണി വിധേയമായി കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇതും നല്ല ഓഹരികൾ കണ്ടെത്തി അവ വാങ്ങുന്നതിനുള്ള അവസരമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ കാലയളവിൽ പല സ്മോൾ ക്യാപ്പ് ഓഹരികളും പല മിഡ് ക്യാപ്പ് ഓഹരികളും വളരെ കുറഞ്ഞ വിലയിലേക്ക് എത്തിയെങ്കിലും അവയുടെ ഒന്നും തന്നെ മൗലികമായ ശക്തിയിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവയുടെ ഫണ്ടമെന്റൽസ് ഇപ്പോഴും സ്ട്രോങ് ആണ് എന്നുള്ളത് കൊണ്ട് അത്തരം ഓഹരികൾ ഈ സമയത്ത് വാങ്ങുന്നത് നന്നായിരിക്കും. ഈ യുദ്ധ കാലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന പരിസ്ഥിതിയിലും ചില നല്ല വാർത്തകൾ വിപണിയിലേക്ക് എത്തുന്നുണ്ട്. അത് നിക്ഷേപകർ ശ്രദ്ധിക്കാതെ പോകരുത്. അതിലൊന്ന്, ഏതാണ്ട് 150-200 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ടാങ്കറുകളിലായി അവ ഇന്ത്യയിലേക്ക് എത്താൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ വേണ്ടൂ. കെപ്ലർ, അതുപോലെ തന്നെ ബ്ലൂംബർഗ് തുടങ്ങിയ ഏജൻസികളുടെ ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ പരിശോധിച്ചാൽ അനേകം ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖത്തോട് വളരെ അടുത്തെത്തിയിരിക്കുന്നതായി കാണാം. ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണെങ്കിലും മുമ്പ് തന്നെ കടലിടുക്ക് കടന്നു കഴിഞ്ഞതും അതുപോലെ തന്നെ സുയസ് കനാൽ വഴിയും മറ്റും എത്തിയിട്ടുള്ള പല ഓയിൽ ടാങ്കറുകളും ഇന്ത്യൻ തീരങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ, ചിലപ്പോൾ ഒരാഴ്ച പോലും വേണ്ടിവരില്ല, അതിനു മുമ്പ് തന്നെ ഒട്ടേറെ ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. കൂടുതൽ ക്രൂഡ് ഓയിൽ സുയസ് കനാൽ വഴി എത്തുന്നതോടുകൂടി ഏതാണ്ട് 1 മാസത്തിനകം ഇന്ത്യയുടെ ഊർജ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്ന് പറയാം. മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് പോലെ ചില റിഫൈനറികൾ ഏതാനും യൂണിറ്റുകൾ അടച്ചുപൂട്ടുക പോലും ചെയ്തു കഴിഞ്ഞു ക്രൂഡ് ഓയിൽ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ. ഈ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് ഇത്രയേറെ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി വിപണിക്ക് ആശ്വാസകരമായ മറ്റൊരു കാര്യം, വളരെയേറെ തിരുത്തലുകൾക്ക് വിധേയമായി കഴിഞ്ഞ വിപണി ഇപ്പോൾ ആകർഷകമായിരിക്കുന്നതിനാൽ വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ മടങ്ങി വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു എന്നതാണ്. അങ്ങനെ അവ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും ഓഹരി വിലകളിൽ വലിയ തോതിലുള്ള കുതിപ്പിനാണ് സാധ്യതയുണ്ടാവുക. കഴിഞ്ഞ മാസത്തെ കണക്കെടുത്താൽ, അതായത് ഫെബ്രുവരിയിലെ കണക്കെടുത്താൽ തന്നെ വലിയ തോതിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള FPIയിൽ നിന്നുള്ള ഇന്ത്യയിലേക്കുള്ള പണപ്രവാഹം ഉണ്ടായത്. കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 22,615 കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് എത്തിയത്. ഇത് ഏതാണ്ട് 17 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലവാരമാണ്.
3 മാസം വലിയ തോതിലുള്ള ഓഹരി വിൽപ്പനയാണ് വിദേശ ധനസ്ഥാപനങ്ങൾ നടത്തിപ്പോന്നത്. അവയ്ക്ക് ശേഷമാണ് ഇത്ര വലിയ തോതിലുള്ള ഓഹരി നിക്ഷേപം ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർക്കണം. അതായത് ജനുവരിയിൽ 35,962 കോടി രൂപയുടെയും ഡിസംബറിൽ 22,611 കോടിയുടെയും നവംബറിൽ 3,765 കോടിയുടെയും ഓഹരികളാണ് വിദേശ ധനസ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിറ്റുമാറിയത്. ആ സ്ഥാനത്താണ് ഫെബ്രുവരിയിൽ 22,615 കോടി രൂപയുടെ നിക്ഷേപം എത്തിയിരിക്കുന്നത്. ആശ്വാസകരമായ മറ്റൊരു കണക്ക് GST സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് GST കളക്ഷൻ വാർഷിക അടിസ്ഥാനത്തിൽ നോക്കിയാൽ 8.1% വർധന രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് ഉപഭോഗ കാര്യത്തിൽ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വർധനയാണ്. വിപണിക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയും തമ്മിൽ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ 260 കോടി രൂപയുടെ ഒരു യുറേനിയം എഗ്രിമെന്റിന് ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ വാർത്ത. യുറേനിയം എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, അതായത് ഇന്ത്യയും കാനഡയും തമ്മിൽ സഹകരണത്തിനുള്ള കരാർ, അത് ഈ വർഷാവസാനത്തോടു കൂടി ഒപ്പുവയ്ക്കാൻ കഴിയുന്ന രീതിയിൽ ചർച്ചകൾ കൊണ്ടുപോകാനും ഇരു പ്രധാനമന്ത്രിമാരും തമ്മിൽ ധാരണയായിട്ടുമുണ്ട്. ഈ യുറേനിയം ഡീൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കാരണം ദീർഘകാലത്തേക്ക് ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ എനർജി ആവശ്യങ്ങൾക്ക് ഇത് സഹായകമാകും. ഇത് ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് എന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പാകിസ്ഥാന്റെ എതിർപ്പ് മാത്രം പരിശോധിച്ചാൽ മതി. അതായത് മേഖലാ തലത്തിൽ സുരക്ഷിതത്വത്തിന് ഇത് ഭീഷണിയാകുമെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം വ്യക്തമാകുന്നുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഇത്രയൊക്കെ ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും യുദ്ധം ഒരു യാഥാർത്ഥ്യമാണ്. അത് വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ ഇന്ത്യക്കും സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. അതിൽ പ്രധാനം എണ്ണയുടെ കാര്യത്തിലുള്ളതാണ്. അതായത് ഓയിൽ പ്രതിസന്ധി സ്വാഭാവികമായും എണ്ണവില വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ബ്രെന്റ് ക്രൂഡിന്റെ വില ഇപ്പോൾ തന്നെ ഏതാണ്ട് ബാരലിന് $84 എത്തിയിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ $74-75 നിലവാരത്തിലായിരുന്നു ഓരോ ബാരലിന്റെയും വിൽപ്പനയെങ്കിൽ അതാണിപ്പോൾ $84 നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഒരു ബാരലിന് $1 വർദ്ധിച്ചാൽ പോലും അത് ഇന്ത്യയുടെ വാർഷിക ഇമ്പോർട്ട് ബില്ലിൽ വരുത്തുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ ഭീമമാണ്. അതായത് ഇന്ത്യക്ക് അധിക ബാധ്യതയായി വരുന്നത് ഏതാണ്ട് $200 കോടി ആണ്. അതായത് ഏകദേശം 20,000 കോടി രൂപയ്ക്ക് മേലുള്ള അധിക ബാധ്യത ഇന്ത്യക്ക് ഒരു വർഷം ഉണ്ടാവും. ഇങ്ങനെ ഒരു ബാരൽ ഒന്നിന് $1 ഉയർന്നാൽ തന്നെ. എന്ന് മാത്രമല്ല, ഇങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പെട്രോളിനും ഡീസലിനും LPGക്കും മറ്റും വില വർദ്ധിപ്പിക്കും. അങ്ങനെ പെട്രോളിനും ഡീസലിനും LPGക്കും മറ്റും വില വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടാകും. പണപ്പെരുപ്പ നിരക്ക് ഉയരും. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന് പലിശ നിയന്ത്രണം എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത അവസ്ഥയിലെത്തും. ഇതിനൊക്കെ പുറമെ ഇന്ത്യൻ രൂപയുടെ നില വളരെ പരിതാപകരമായ നിലയിലേക്ക് താഴുകയും ചെയ്യും. 2025 തന്നെ ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കറൻസി ഇന്ത്യൻ രൂപയായിരുന്നു എന്ന് ഓർക്കുക. ആ സ്ഥിതിക്ക് 2026 അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കറണ്ട് അക്കൗണ്ട് കമ്മിയുടെയും മറ്റും കാര്യത്തിൽ സൃഷ്ടിക്കുക എന്ന് ഓർക്കേണ്ടതുണ്ട്. ഇനി ഈ യുദ്ധ കാലാവസ്ഥ തുടരുന്ന മൂലം ഉള്ള മറ്റൊരു ദോഷം, ഇന്ത്യയുടെ പല കമ്പനികൾക്കും വെസ്റ്റ് ഏഷ്യ എക്സ്പോഷർ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയുമായി പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളോ കരാർ ബന്ധങ്ങളോ ഒക്കെ ഉള്ളവയാണ് ഇന്ത്യയിലെ പല കമ്പനികളും. ഇൻഫ്രാസ്ട്രക്ചർ, ഏവിയേഷൻ, എനർജി, കൺസ്യൂമർ ഗുഡ്സ്, ലോജിസ്റ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിങ്ങനെ പല മേഖലകളിൽപ്പെട്ട കമ്പനികൾക്കും ഇത്തരം റിസ്ക് ഉണ്ട്. ഇങ്ങനെയുള്ള റിസ്കിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള, അതുപോലെ ഏറ്റവും പ്രത്യക്ഷമായും പരോക്ഷമായും ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായ റിസ്ക് ഉള്ള കമ്പനികൾ സ്വാഭാവികമായും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവ. ഇവയ്ക്കൊക്കെ തന്നെ ലിറ്റർ ഒന്നിന് അവയുടെ ലാഭത്തിൽ 55 പൈസയുടെ എങ്കിലും കുറവാണ് $1 ഒരു ബാരലിന് വർദ്ധിച്ചാൽ ഉണ്ടാവുക.
ഇനി വെസ്റ്റ് ഏഷ്യ എക്സ്പോഷർ റിസ്ക് ഉള്ള ഏതാണ്ട് 30 കമ്പനികളുടെ കാര്യം പരിശോധിക്കാം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് HPCL, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് IOCL, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് BPCL. ഈ മൂന്നും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ്. ഇവയ്ക്ക് വലിയ തോതിലുള്ള റിസ്ക് ആണ്. L&T, KEC ഇന്റർനാഷണൽ, കൽപ്പതാരു പ്രോജക്ട്സ്, വോൾട്ടാസ് എന്നീ കമ്പനികൾ ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽപ്പെടുന്ന കമ്പനികളാണ്. ഇവയ്ക്ക് വലിയ തോതിലാണ് റിസ്ക് ഉള്ളത്. തെർമാക്സ്, കമ്മിൻസ് ഇന്ത്യ, AIA എഞ്ചിനീയറിംഗ്, ഇൻഡിഗോ, GMR എയർപോർട്ട്സ്, JSW ഇൻഫ്രാസ്ട്രക്ചർ, അദാനി പോർട്സ്, ഏജിസ് ലോജിസ്റ്റിക്സ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസ്, പെട്രോനെറ്റ് LNG, ഗെയിൽ, ഡാബർ, ടൈറ്റൻ ഇന്ത്യ എന്നിവയ്ക്കും വലിയ തോതിലുള്ള റിസ്ക് അനുഭവപ്പെട്ടേക്കാം. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്ന് അജന്ത ഫാർമ, ബയോകോൺ, സിപ്ല തുടങ്ങിയ കമ്പനികൾക്കാണ് പ്രധാനമായും റിസ്ക് ഉള്ളത്. PB ഫിൻടെക്, ന്യൂജൻ സോഫ്റ്റ്വെയർ എന്നീ കമ്പനികളും റിസ്ക് നേരിടുന്ന ഗണത്തിൽപ്പെടുന്നു. പെയിന്റ് നിർമ്മാണ രംഗത്തുള്ള ഏഷ്യൻ പെയിന്റ്സ്, ബർഗർ പെയിന്റ്സ്, ഇൻഡിഗോ പെയിന്റ്സ് എന്നിവയ്ക്കും വലിയ തോതിലുള്ള റിസ്കുണ്ട്. കാരണം ഈ പെയിന്റ് കമ്പനികളുടെ എല്ലാം പ്രധാന അസംസ്കൃത പദാർത്ഥം എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിൽ നിന്നുള്ള വേർതിരിച്ചെടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇവയാണ് പല പെയിന്റ് കമ്പനികളുടെയും അസംസ്കൃത വസ്തുക്കൾ. ഇനി ഓഹരി വില സൂചികകളുടെ സാധ്യതകൾ പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചിരിക്കുന്നത് 78,918.90 നിലവാരത്തിലാണ്. അതായത് 80,000 നിലവാരത്തിൽ നിന്ന് വളരെ താഴേക്ക് സൂചിക എത്തിയിരിക്കുന്നു. അതുപോലെ നിഫ്റ്റിയുടെ അവസാന നിരക്ക് 24,450.45. നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തത് 57,783.25 നിലവാരത്തിലാണ്. ഇതും വളരെ താഴ്ന്ന നിലവാരമാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൂചികകളും വളരെ താഴ്ന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ പിന്തുണ എന്ന് പറയുന്നതിനുള്ള നിലവാരവും വളരെ താഴ്ന്നു പോയിരിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിക്ക് 23,800, 24,000 ആണ് നിഫ്റ്റിയുടെ സപ്പോർട്ട്, അതായത് നിഫ്റ്റിക്ക് ലഭിക്കാവുന്ന പിന്തുണയുടെ നിലവാരം. ഇനി നിഫ്റ്റിക്ക് മുന്നേറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ 24,750 മുതൽ 24,850 പോയിന്റിനിടയിലുള്ള ആ മേഖല വളരെ പ്രയാസപ്പെട്ടതായിരിക്കും. ഇനി ചില കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇടക്കാല ലാഭവീതം നൽകുന്നതിന് വേണ്ടി SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡും MRPL മാർച്ച് 11 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ് മാർച്ച് 12 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതായത് IRFC മാർച്ച് 13 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ബോണസ് ഇഷ്യൂ, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവ സംബന്ധിച്ച് ചില കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുള്ള റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. ടാൻഫാക് ഇൻഡസ്ട്രീസ് 10 രൂപ മുഖവിലയുള്ള ഓഹരി 5 രൂപ മുഖവിലയുള്ള ഓഹരികളായി വിഭജിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള അർഹത, ഓഹരി ഉടമകൾക്കുള്ള അർഹത നിർണ്ണയിക്കുന്നതിനുള്ള റെക്കോർഡ് തീയതി എന്ന് പറയുന്നത് മാർച്ച് 9. ഫ്രോണ്ടിയർ സ്പ്രിങ്സ് 2:1 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകുന്നുണ്ട്. അതിന് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന റെക്കോർഡ് തീയതി മാർച്ച് 13. മാർച്ച് 13 തന്നെയാണ് ഹിന്ദുസ്ഥാൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഓഹരി വിഭജനത്തിന് തീരുമാനിച്ചിട്ടുള്ള റെക്കോർഡ് തീയതിയും. 10 രൂപ മുഖവിലയുള്ള ഓഹരി 2 രൂപ മുഖവിലയുള്ള ഓഹരികളായാണ് ഹിന്ദുസ്ഥാൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വിഭജിക്കുന്നത്.